ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വിശ്വസ്തനായ പേസർമാരിൽ ഒരാളായ മുഹമ്മദ് ഷമിയുടെ ടെസ്റ്റ് കരിയർ അവസാനത്തിലേക്കാണോ? അതോ ഇനിയൊരു തിരിച്ചുവരവിന് വാതിൽ പൂർണ്ണമായും അടഞ്ഞോ? ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേറ്റപ്പോൾ എല്ലാവരും കരുതിയത് ഒരു പേര് മാത്രമാണ്, മുഹമ്മദ് ഷമി. പക്ഷെ സെലക്ടർമാർ തിരഞ്ഞെടുത്തത് ജമ്മു കശ്മീരിൽ നിന്നുള്ള യുവ പേസർ ഔക്കിബ് നബി. ഈ തീരുമാനം അജിത് അഗാർക്കറും സെലക്ഷൻ കമ്മിറ്റിയും ഷമിക്ക് നൽകിയ ഏറ്റവും വ്യക്തമായ സന്ദേശമാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് ജസ്പ്രീത് ബുംറ പരിക്കിനെ തുടർന്ന് പുറത്തായതോടെയാണ് ഈ അവസരം വന്നത്. ഇന്ത്യൻ ടീമിൽ ഒരു സീനിയർ പേസർക്ക് പകരം മറ്റൊരു സീനിയർ താരത്തെ തന്നെ തിരികെ കൊണ്ടുവരുമെന്ന് പലരും പ്രതീക്ഷിച്ചു. എന്നാൽ സെലക്ടർമാർ വിശ്വാസമർപ്പിച്ചത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവതാരമായ ഔക്കിബ് നബിയിലായിരുന്നു. ഇതോടെ ഏറ്റവും വലിയ ചർച്ചയായി മാറിയത് മുഹമ്മദ് ഷമിയുടെ ഭാവിയാണ്. കാരണം ഷമി അവസാനമായി ഇന്ത്യക്ക് ടെസ്റ്റ് കളിച്ചത് 2023-ലാണ്. പരിക്കുകൾ കാരണം അദ്ദേഹം ദീർഘകാലം ടീമിൽ നിന്ന് പുറത്തായിരുന്നു. പിന്നീട് ആഭ്യന്തര ക്രിക്കറ്റിൽ മടങ്ങിയെത്തി മികച്ച പ്രകടനം നടത്തിയിട്ടും ദേശീയ ടീമിലേക്കുള്ള വാതിൽ തുറന്നില്ല. ഇവിടെയാണ് ഒരു കൗതുകകരമായ കാര്യം. കഴിഞ്ഞ 7 രഞ്ജി ട്രോഫി മത്സരങ്ങൾ ഷമി എറിഞ്ഞത് 1383 പന്തുകൾ, വീഴ്ത്തിയത് 37 വിക്കറ്റുകൾ, ശരാശരി വെറും 16.72, 5 വിക്കറ്റ് നേട്ടങ്ങൾ. കൂടാതെ കരിയറിലെ ഏറ്റവും മികച്ച ഫസ്റ്റ് ക്ലാസ് ബൌളിംഗ് പ്രകടനമായ 8 വിക്കറ്റിന് 90 റൺസ് ഈ കാലയളവിൽ നേടി. ആഭ്യന്തര ക്രിക്കറ്റിൽ ഇത്രയും മികച്ച പ്രകടനം നടത്തിയിട്ടും ദേശീയ ടീമിലേക്ക് വിളി വന്നില്ല. അതിന് കാരണം എന്താണ്? അജിത് അഗാർക്കർ മുമ്പ് പറഞ്ഞ വിശദീകരണം വളരെ വ്യക്തമാണ്. ഷമിക്ക് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിന് ആവശ്യമായ ഫിറ്റ്നസ് നിലവാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതായത് പ്രകടനം മാത്രം പോരാ, 5 ദിവസം നീളുന്ന ടെസ്റ്റ് മത്സരത്തിന്റെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയണം എന്നതാണ് സെലക്ടർമാരുടെ മാനദണ്ഡം. പക്ഷേ ഈ തീരുമാനം എല്ലാവരെയും ഒരുപോലെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഒരു വിഭാഗം ആരാധകർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ആഭ്യന്തര ക്രിക്കറ്റിൽ ഇത്രയും ഓവറുകൾ എറിഞ്ഞ് വിക്കറ്റുകൾ വീഴ്ത്തുന്ന ഒരു ബൗളർ ടെസ്റ്റ് കളിക്കാൻ ഫിറ്റില്ലെന്ന് എങ്ങനെ പറയാം? മറുവശത്ത് യുവതാരങ്ങൾക്ക് അവസരം നൽകേണ്ട സമയമാണിതെന്നും ഭാവിയെ ലക്ഷ്യമിട്ടുള്ള തീരുമാനമാണിതെന്നും മറ്റൊരു വിഭാഗം വാദിക്കുന്നു. ഔക്കിബ് നബിയുടെ തിരഞ്ഞെടുപ്പ് ഒരു സാധാരണ റീപ്ലേസ്മെന്റ് മാത്രമല്ല, ഇന്ത്യൻ ടീമിന്റെ ഭാവി പേസ് ആക്രമണത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന കൂടിയാണ്. പ്രകടനം, ഫിറ്റ്നസ്, തുടർച്ച, ഈ 3 ഘടകങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ഇനി ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ അവസരം ലഭിക്കൂ എന്ന സന്ദേശമാണ് സെലക്ഷൻ കമ്മിറ്റി നൽകുന്നത്. മുഹമ്മദ് ഷമിയുടെ സംഭാവനകളെ ആരും മറക്കില്ല. ഇന്ത്യയുടെ ടെസ്റ്റ് വിജയങ്ങൾ നിർണായക പങ്ക് വഹിച്ച ബൗളറാണ് അദ്ദേഹം. ലോകകപ്പുകളിലും വിദേശ ടെസ്റ്റ് പരമ്പരകളിലും ഷമിയുടെ പ്രകടനങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഇന്നും അഭിമാനമാണ്. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വികാരങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നത് ഫിറ്റ്നസും ഭാവി പദ്ധതികളുമാണെന്ന് ഈ തീരുമാനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി ഷമിക്ക് തിരിച്ചു വരാൻ കഴിയുമോ? അതിന് സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ തുടർച്ചയായ മികച്ച പ്രകടനം, പൂർണ്ണ ഫിറ്റ്നസും തെളിയിക്കാൻ കഴിഞ്ഞാൽ വീണ്ടും അവസരം ലഭിച്ചേക്കാം. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഔക്കിബ് നബിയുടെ തിരഞ്ഞെടുപ്പ് പറയുന്നത് ഒറ്റ കാര്യം മാത്രം: ഇന്ത്യൻ ടീമിന്റെ മുൻഗണന ഇപ്പോൾ അടുത്ത തലമുറ പേസർമാരിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്.